എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വരാൻ പോകുന്ന നാളത്തെ പകല്, മറ്റന്നാളത്തെ പകല് ഏപ്രിൽ മാസം 1-ാം തീയതി. പാലക്കാട് ജില്ലയിലുണ്ടോന്ന് എനിക്കറിയില്ല. ഏപ്രിൽ 1-ാം തീയതി ആകുമ്പോൾ 10 മണി വരെ നമുക്ക് ഹലാലാണ് എന്ന് ധരിച്ചുപോയ ഒരു സംഗതിയുണ്ട്. എന്താണെന്നറിയോ? എന്താണ്? ഏപ്രിൽ ഫൂൾ അല്ലെ? അത് കൂടുതൽ സഹോദരിമാരാണ്. അന്ന് അവര് നേരത്തെ എഴുന്നേക്കും. നേരത്തെ എഴുന്നേറ്റിട്ട് അതുവരെയും എന്ത് അപകടമുണ്ടായാൽ പോലും ഭർത്താവിന് ഫോൺ ചെയ്യാത്ത ഭാര്യ, അതുവരെയും മിസ് കോള് മാത്രം അടിച്ചിരുന്ന കെട്ടിയോള് ഭർത്താവിനെ ഫോൺ ചെയ്തിട്ട് പറയും അപ്പുറത്തെ താത്ത തൂങ്ങി നിൽക്കുകയാണ്, അപ്പുറത്തെ കാക്ക വെള്ളത്തിൽ ചാടി മരിച്ചു എന്നിങ്ങനെ. ഏപ്രിൽ ഫൂള് 10 മണി കഴിഞ്ഞാൽ പിന്നെ പറയും ഇനി പറഞ്ഞൂടാ, ഇനി അള്ള ശിക്ഷിക്കും. ആരാ എന്റെ പെങ്ങളെ? ഈ 10 മണി വരെ ഏപ്രിൽ 1-ാം തീയതി ലോക വിട്ടുദിനമായ ഏപ്രിൽ 1-ാം തീയതി പകൽ 10 മണി വരെ കള്ളം പറയാനുള്ള അവസരം, അനുവാദം നിങ്ങൾക്ക് ആര് തന്നു? വളരെ ശ്രദ്ധയോടെ കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. ഇത് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ്. ഗ്രീക്ക് കഥയിലാണ് ഇതിന്റെ ബന്ധം കിടക്കുന്നത്. ഗ്രീക്കുകാരുടെ കഥയിലാണ് ഇതിന്റെ ബന്ധം കിടക്കുന്നത്. അതിനെപ്പറ്റി വിശാലമായി ഞാൻ പറയുന്നില്ല. നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുന്നു. ആദരവായ പ്രവാചകന്റെ മുമ്പിൽ വന്നൊരു സഹാബി ചോദിച്ചു, നബിയെ അയകൂനുൽ മുഅ്മിനു ജുബാന, ഒരു മുഅ്മിൻ ഭീരുവാകുമോ നബിയെ? ഒരു വിശ്വാസി പേടിത്തൊണ്ടനാകുമോ? അങ്ങനെയാണല്ലോ പാതിരാത്രി പുറത്തിറങ്ങാൻ പേടിച്ചു നിൽക്കുന്ന മകനോട് ഉമ്മ പറയും, നിനക്ക് ഈമാനില്ലേടാ, ധൈര്യമായിട്ട് പോമോനെ, നിനക്കെന്താ ഈമാനില്ലാത്തത്? എന്റെ പെങ്ങളെ, രാത്രി പേടിച്ച് വീട്ടിനകത്ത് നിൽക്കുന്നത് ഈമാനിന്റെ ദൗർബല്യമല്ല. ഭീരുവാകുമോ ഒരു മുഅ്മിൻ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, ബല, ഒരു മുഅ്മിന് ഭീരുവാകും. രണ്ടാമത് ചോദിച്ച യഖൂലുൽ മുഅ്മിനു ബഖീലാ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ലുബ്ധനാകുമോ നബിയെ? പള്ളിക്ക് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി, സഹോദരിമാരെ കല്യാണം കഴിപ്പിച്ചേക്കാൻ വേണ്ടി, പുരമേന് കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും സമ്പത്ത് സഹായം ചോദിക്കുമ്പോ കൊടുക്കാറെ കെട്ടിപ്പൂട്ടി വെക്കുന്നവന് മുഅ്മിനാണോ? അവന് മുഅ്മിനാകുമോ നബിയെ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ബല, അവന് മുഅ്മിൻ തന്നെയാണ്. മൂന്നാമത് നബി തങ്ങളോട് ചോദിച്ചു, അയകൂനുൽ മുഅ്മിനു കദ്ദാബ, ഒരു വിശ്വാസി കള്ളം പറയുന്നവനാകുമോ? ഒരു വിശ്വാസിക്ക് ഭീരുവാകാൻ കഴിയോ? പറ്റും. ഒരു വിശ്വാസിക്ക് ലുബ്ധനാകാൻ പറ്റുമോ? പറ്റും. എന്നാ ഒരു വിശ്വാസിക്ക് കള്ളം പറയുന്നവനാകാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, ഒരിക്കലും ഒരു വിശ്വാസിക്ക് കള്ളം പറയാൻ പറ്റൂല. കള്ളം പറയുന്ന വിശ്വാസി ഏത് വിശ്വാസിയാ? കപട വിശ്വാസിയാണെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടാണെന്നറിയോ? ഇത്രയും നിസ്സാരമായി നമ്മൾ കാണുന്ന ഒരു തിന്മ, ആ തിന്മയെ അള്ളാന്റെ റസൂല് ഗൗരവത്തിൽ കാണാനുള്ള കാര്യം എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ സത്യവാചകം പറയുന്നവരാണ് മുഅ്മിനീങ്ങൾ, അല്ലേ? ഏതാ സത്യവാചകം? ലോകത്തെ ഏറ്റവും വലിയ സത്യവാചകം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്തെ ഏറ്റവും വലിയ സത്യം അതാണ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ, അള്ളാന്റെ അനുയായിയാണ്, അല്ലാഹുവിന്റെ ദാസനാണ്, അടിമയാണ്, പ്രവാചകനാണ് എന്ന് പറയുന്ന സത്യവാചകം. ആ സത്യവാചകം ലോകത്തിന്റെ മുമ്പിൽ പ്രചരണം നടത്തുകയും പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വിശ്വാസി, അവന്റെ നാവിൽ നിന്ന് വേറെ കള്ളം വരാൻ പാടില്ല. എന്താണെന്നറിയോ? മറ്റുള്ള ആളുകൾ ധരിക്കും, എടാ യവൻ കള്ളം പറയുന്നവനല്ലേ, ഈ കള്ളം പറയുന്ന യവൻ നേരത്തെ പറഞ്ഞ വാചകവും കള്ളമായിരിക്കും പറഞ്ഞത് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞ ഏറ്റവും വലിയ സത്യവാചകത്തിന്റെ ഉടമയിൽ നിന്ന് കള്ളം വരാൻ പാടില്ല എന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം 17 പ്രാവശ്യം കൈകെട്ടി നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടുമ്മ. 17 പ്രാവശ്യമാണ് ഒരു ദിവസം നിർബന്ധമായി ചോദിക്കേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം നേരം വെളുക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നതിനിടയിൽ 17 പ്രാവശ്യം അവൻ അല്ലാഹുവിനോട് കൈകെട്ടി നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ പാതയിലെ ഹിദായത്ത് കാണിച്ചു തരണേ, ഹിദായത്തിന്റെ വക്താവാക്കണേ അല്ലാ. ഇന്ന് 17 പ്രാവശ്യം നിർബന്ധമായി ചോദിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ഏപ്രിൽ മാസം 1-ാം തീയതി 10 മണിക്ക് മുമ്പ് കള്ളം പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ തയ്യാറായ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. സൂറത്തുൽ സുമറിലൂടെ പടച്ചതമ്പുരാൻ പറയുകയാണ്, കള്ളം
കള്ളം പറയുന്നവനല്ല ഹിദായത്ത് കൊടുക്കൂല, കള്ളം പറയുന്നവനല്ല ഹിദായത്ത് കൊടുക്കൂല. 17 പ്രാവശ്യം കൈകെട്ടി നിന്നുകൊണ്ട് റബ്ബിനോട് ഹിദായത്ത് ചോദിക്കുന്ന മൂമിന് എന്തുകൊണ്ടാണ് ഏപ്രിൽ മാസം 1-ാം തീയതി കള്ളം പറയാൻ നിന്റെ നാവ് പൊങ്ങുക? അങ്ങനെ പറയുന്നവന് ഹിദായത്തില്ല. അങ്ങനെ പറയുന്നവന്റെ ഇത്രയും കാലത്തെ നമസ്കാരത്തിന്റെ പാപ്പനയല്ല സ്വീകരിച്ചിട്ടില്ല എന്നല്ലേ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഏപ്രിൽ 1-ന്റെ കള്ളപ്രചരണം നമുക്ക് വേണ്ട. ഏപ്രിൽ ഫൂൾ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഏറ്റുപിടിക്കണ്ട. അത് നമുക്ക് യോജിച്ചതല്ല, നമുക്ക് യോജിച്ചതല്ല. സഹോദരങ്ങളെ, ദുനിയാവിൽ തന്നെ പടച്ചതമ്പുരാ നമുക്ക് ശിക്ഷ തരികയാണ്. കള്ളം പറയുന്നവന്റെ മുഖം കറുത്ത് കരിവാളിച്ചു പോകുമെന്നാണ്. ദുനിയാവിൽ വെച്ച് തന്നെ കറുത്ത് കരിവാളിച്ചു പോയി ഈമാനിന്റെ പ്രോജ്വലമായ പ്രമനട്ടപ്പെട്ടവനായി മാറുമെന്നാണ്. മാത്രമല്ല സഹോദരങ്ങളെ, കള്ളം പറയുന്നവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു കുറവ് വരുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. ദാരിദ്ര്യത്തിന്റെ ഏറ്റവും അടിപ്പത്തിലേക്ക് വരുന്നതിന് കാരണമാണ് പെങ്ങള്. നേരം വെളുത്തിട്ട് നീ കള്ളം പറയാ, അപ്പുറത്തെയാളും ഇപ്പുറത്തെയാളും വെള്ളത്തിൽ ചാടിയെന്ന് കിണറ്റി ചാടിയെന്ന് തൂങ്ങി നിൽക്കുന്നോന്നും വിഷമടിച്ചു എന്ന് വിളിച്ചു പറയുന്ന പെണ്ണുങ്ങളെ, എന്റെ പെങ്ങന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹു തആല തരുന്ന ഭക്ഷണത്തിൽ പോലും ന്യൂനത അല്ലാഹു വരുത്തുന്നതാണ്, അതിൽ അല്ലാഹു തആല കുറവ് വരുത്തുന്നതാണ്. തീർന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മാലാഖമാരെ കൊണ്ട് എന്നെയും നിങ്ങളെയും പ്രൊട്ടക്ഷൻ നൽകുകയാണ് പടച്ചതമ്പുരാൻ. നമ്മുടെ 4 ഭാഗത്ത് അല്ലാഹുവിന്റെ മലക്കുകളില്ലേ, ആ മലക്കുകളുടെ പ്രൊട്ടക്ഷനിലല്ലേ ഞാനും നിങ്ങളും ഉള്ളത്. ആ സംരക്ഷണം എടുത്ത് കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറയുന്നു. ഇദാ കദബൽ അബ്ദു തബഅദ അൻഹുൽ മലക്കു മൈല 1.5 കിലോ